ഒരു ലോകപ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ഇന്ത്യ വിരുദ്ധത വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴിത് അവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തം പൗരന്മാർക്കെതിരെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. ഇന്ത്യ സ്വന്തം പൗരന്മാരെ സൈന്യത്തെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നൊക്കെയാണ്. എന്താണ് ഈ അരുന്ധതി റോയി ഇപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം? എന്ത് പ്രകോപനമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അവരുടെ ജനങ്ങൾക്കെതിരെ ഒരിക്കലും അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല തമാശ, ഇത്രയും നല്ല ഒരു തമാശയും ഞാൻ ആസ്വദിച്ചിട്ടില്ല. പ്രശാന്തമാവൂ. ഇതൊക്കെ കേട്ടിട്ട് പ്രകോപിതനാകണ്ട. താങ്കളൊരു പേട്രിയറ്റാണെന്ന് എനിക്കറിയാം, ദേശസ്നേഹി. രക്തം തിളക്കിപ്പിക്കേണ്ട കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ, അരുന്ധതി റോയി എന്ന് പറയുന്ന കുന്തം ഒരു കത്തിത്തീർന്ന അല്ലെങ്കിൽ ബാറ്ററി ചാർജ് പോയൊരു ബാറ്ററിയാണ്. കത്തിത്തീർന്ന ഒരു ഡ്രോണാണ്. പിന്നെ ചത്ത കുതിര എന്നൊക്കെ നെഹ്റു വിശേഷിപ്പിച്ചത് അതുപോലൊരു സാധനമാണ്. അതെന്തെങ്കിലുമൊക്കെ പറയുന്നത് അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നത്, അതിനോട് നമ്മൾ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതിനോട് നമ്മൾ ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇതൊക്കെ ഓർമ്മയുടെ, ആരുടെയും അശ്രദ്ധയുടെ ചാരം മൂടി കിടക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. കനൽ കെട്ട കുറച്ച് ചാമ്പൽ വെണ്ണീർ മാത്രമാണ്. അവരെ എന്തിനാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത്? നോക്കൂ, അവരന്ന് ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ലോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ, ഞാൻ വായിച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായം പിന്നെ പറയാം. അത് എഴുതി കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ എസ് ഗുപ്തൻ നായർ സാർ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു ഇതിലെ തെറിയെക്കുറിച്ച്, അശ്ലീലത്തെക്കുറിച്ച്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവള് എഴുതിയത് കൊള്ളാം, പക്ഷേ ഇനി ഇതുപോലൊരു പുസ്തകം ഇവളെ കൊണ്ട് എഴുതാൻ പറ്റില്ല. ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നേരിട്ടുള്ള റെക്കോർഡഡ് അല്ലാത്ത സംഭാഷണത്തിൽ 100% ഗുപ്തൻ നായർ സാറിനെ ഞാൻ നമിക്കുകയാണ്. ജന്മത്ത് അതുപോലെ എഴുതാൻ പറ്റില്ല അവൾക്ക്. അവൾ പിന്നെ അങ്ങനെ ഒരു മാസ്റ്റർ പീസ്, ടൂർ ദ ഫോഴ്സ് എന്ന് പറയും, അങ്ങനെ ഒരെണ്ണം എഴുതിയിട്ടില്ല. ഈ ജന്മത്തെ തലകുത്തി നിന്നാലും നടക്കില്ല. അതിൻ്റെ ഭാഷയുടെ ആ ഒരു ചാരുത കൊണ്ട് ബുക്കർ പ്രൈസ് തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത ഒരു സമ്മാനം. അർഹിക്കുന്ന ഒരാളല്ല ഈ എഴുത്തുകാരി എന്ന് അന്നേ എനിക്ക് ബോധ്യമായതാണ്. ഇതെന്ന് പറഞ്ഞാൽ സുന്ദരമായ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട നമ്മുടെ ഓടസാഹിത്യം ഉണ്ടല്ലോ, കൊച്ചു പുസ്തകം അത് തന്നെയാണ് ഈ സാഹിത്യം തന്നെ. അതാണ് അവളുടെ പ്രതിഭ, അത്രയേ ഉള്ളൂ. ഈ അവളൊക്കെ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടിയെ പറ്റി ഈ പീറയായിട്ടുള്ള എഴുത്തുകാരി പറയുന്നതിനെ നമ്മൾ വലിയ കാര്യവും ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ലെന്ന് പറയാൻ ഞാനൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇവർക്ക് ഈ സ്ത്രീക്ക് ഈ സമ്മാനം കിട്ടിയതിന് ശേഷം ഞാൻ ഇവരുടെ അമ്മയായിട്ടുള്ള മേരി റോയിയെ അഭിമുഖം ചെയ്തതാണ്. മേരി റോയ് പള്ളിക്കൂടം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥാപനം നടത്തുന്ന മേരി റോയിയെ പള്ളിക്കൂടത്തിൽ വെച്ചാണ് അഭിമുഖം ചെയ്തത്. ക്രിസ്ത്യൻ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് അവരുടെ അവകാശങ്ങളിൽ പകുതിയെങ്കിലും വീണ്ടെടുത്ത ഒരു സ്ത്രീ, കുടുംബം മുഴുവൻ ഭ്രഷ്ട് കൽപ്പിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീയോട് ഞാൻ പോയത് ഈ സന്ദർഭത്തിലാണ്. മകൾക്ക് ബുക്കർ പ്രൈസ് കിട്ടിയതിനെക്കുറിച്ച് എന്താണ് ഇതിന്? ഒരു പ്രതികരണവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് ഒരു പ്രതികരണവും ഇല്ല. സ്വന്തം അമ്മ പറയുകയാണ്, സ്വന്തം രക്തം പറഞ്ഞ വാക്കുകളാണ്, റെക്കോർഡാണിത്, ടെലികാസ്റ്റും ചെയ്ത ദൂരദർശൻ്റെ ആർക്കൈവ്സിൽ എവിടെയെങ്കിലും ഇതുണ്ടാവും. ഒട്ടും അതിനെക്കുറിച്ച് യാതൊരു മാതൃഭൂമിയുടെ ലേഖകനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടാണ് പോയത്. അദ്ദേഹമാണ് പരിചയപ്പെടുത്തി തന്നത്. DC കുഴക്കേമുറിയാണ് പറഞ്ഞത് അരുന്ധതി റോയി ഉണ്ടാവില്ല, അവൾ അഭിമുഖവും തരത്തില്ല, സ്ഥലത്തും ഉണ്ടാവില്ല. വലിയ സാഹിത്യ സ്നേഹിയായ മനുഷ്യൻ. അപ്പം അങ്ങനത്തെ അമ്മയ്ക്ക് പോലും അഭിമാനം തോന്നാത്ത ഒരു മകളായിരുന്നു ഈ അരുന്ധതി റോയി എന്ന് പറഞ്ഞാൽ. അമ്മയുമായിട്ട് കലഹിച്ചെന്ന് വീട് വിട്ടു പോയ സ്ത്രീയാണ് ഈ അരുന്ധതി റോയി. എന്നിട്ടിപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്മയെക്കുറിച്ചൊരു പുസ്തകം എടുത്തുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി അവൾ പ്രസിദ്ധീകരിക്കുകയാണ്. അവൾ ജീവിച്ചിരുന്ന കാലത്തല്ലേ അമ്മയെ അവൾ ഇതുപോലെ സന്തോഷിപ്പിക്കേണ്ടിയിരുന്നത്? അങ്ങനെയുള്ളൊരു സ്ത്രീ സ്വന്തം കുടുംബത്തോട് വരെ കലഹം നടത്തി സ്വന്തം കുടുംബത്തെ അവഹേളിച്ചിരിക്കുകയാണ് ആ പുസ്തകത്തിൽ. കുടുംബത്തോട് അങ്ങനെ യുദ്ധം ചെയ്ത ആൾ ഇന്ത്യയോട് പിന്നെ യുദ്ധം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം അമ്മയോട് ഒരു കാരുണ്യം കാണിക്കാത്ത, ദയ കാണിക്കാത്ത ഒരാളാണ് അരുന്ധതി റോയ്. അവർ പിന്നെ എങ്ങനെ നാടിനോട്, മാതൃരാജ്യത്തോട്, മാതൃഭൂമിയോട് അവർ ഒരു ആദരവ്, ബഹുമാനം കാണിക്കും? ഇത് പബ്ലിസിറ്റി നേടാൻ കാരണം. ഇപ്പോൾ അരുന്ധതി റോയ് സത്യം ഇന്ത്യൻ സൈന്യം ജയിച്ചു, അവിടെ വീരേതിഹാസം തീർത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കൂ? നമ്മുടെ ന്യൂസിലെ തത്വം തന്നെ
പട്ടി മനുഷ്യനെ കടിച്ചു എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും വാർത്തയാവുമോ? ഇല്ല. മറിച്ച് മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അത് വാർത്തയാവും, വലിയ വാർത്തയാണ്. വാർത്തയാവും. ചിലപ്പോ പിന്നെ തലക്കെട്ട് നടപടിയാവും, ജയിലിലും പോവും. അപ്പൊ അതാണ് സ്ഥിതി. അതെ. അവരെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. നമ്മളെക്കാൾ കൂടുതൽ സംരക്ഷണമുണ്ട് തെരുവ് നായ്ക്ക്. കേസാക്കും. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുന്ന പോലെ വാർത്തയിൽ ഇടം തേടാൻ വേണ്ടി നടത്തുന്ന നഗ്നമായ സത്യവിരുദ്ധ പ്രസ്താവന, അതാണ് ഇവിടെ നടന്നത്. നോക്കൂ, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇന്ത്യൻ സൈന്യം അവിടെ ഗോവയിലെ ഒന്ന് പറയുന്ന ഇവരിതാണ്, ഇവിടെ ഒരു വർഗീയത, ഇവൾ വർഗീയവാദിയും കൂടാണ്. ഗോവയിൽ നടത്തിയത് ഇന്ത്യൻ സൈന്യം അവിടുത്തെ ക്രൈസ്തവർക്കെതിരെ നടത്തിയതെന്നാണ് അവൾ പറയുന്നത്. ഗോവ വിമോചനം 1961. അതെ, ഇന്ത്യ ആകമാനം പ്രകീർത്തിക്കപ്പെടുന്ന കേരളീയനായ VP മേനോൻ കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയ മോചനമാണ്. പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞ കോളനി വാഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ പോർച്ചുഗീസുകാരെ പോലെ, ലന്തക്കാരെന്നാണെന്ന് തോന്നുന്നു പറയുന്നവർക്ക്, ഈ ലന്തക്കാരെ പോലെ ഈ പറങ്കികളെ പോലെ കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് മുഹമ്മദീയരോട്, അങ്ങനെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണെന്ന്, അവരോട് ക്രൂരത കാണിച്ചിട്ടുള്ളവരില്ല. എന്തെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അവർ കാണിച്ചതെന്നുള്ളത് നമ്മുടെ പോലീസുകാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ക്രൂരതകൾ അതിൻ്റെ മുമ്പിലൊന്നുമല്ല. അതുപോലെ ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയങ്ങളിലെ നാസി പടയാളികൾ ജൂതന്മാരോട് ചെയ്തതിനേക്കാൾ ഭീകരമായിട്ടുള്ള അംഗവിച്ഛേദം വരെ നടത്തിക്കളഞ്ഞു. അംഗവിച്ഛേദങ്ങൾ വരെ നടത്തി, അവയവങ്ങളൊക്കെ മുറിച്ചു. ഇപ്പൊ ഗാസയിൽ നടക്കുന്ന, ഗാസ നഗരത്തിൽ നടക്കുന്ന പീഡനങ്ങളും ക്രൂരതകളും ഉണ്ടല്ലോ, അതിനേക്കാൾ ഭീകരമായ ക്രൂരതകൾ. ഇതുപോലെ ക്രൂരന്മാർ വാസ്കോഡ ഗാമയും മോശമായിരുന്നില്ല. അതുപോലെയുള്ള ആൾക്കാരാണ് അവർ. മൃഗങ്ങളെപ്പോലെ, വന്യമൃഗങ്ങളെ പോലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവരെന്നുള്ളതിന് ധാരാളം നേരിട്ട് കണ്ട ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഗോവ വിട്ടുതരില്ല. കൊളോണിയലിസത്തെ മഹാത്മാഗാന്ധിയെ അവഗണിക്കലാണ്. മഹാത്മാഗാന്ധി സമരത്തിലൂടെ പരാജയപ്പെടുത്തപ്പോൾ അന്ന് സ്ഥലം വിട്ടു പോകേണ്ടവർ പിന്നെയും ഗോവയും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്, വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൻ്റെയും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ജനാധിപത്യവാദിയുടെയും പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് നമുക്കത് മയ്യഴി ഫ്രഞ്ചുകാരിൽ നിന്ന് വിമോചിപ്പിച്ചതുപോലെ, അവിടെ റസാക്കർമാരിൽ നിന്ന് ഹൈദരാബാദ് വിമോചിപ്പിച്ചതുപോലെ, സർ സിപ്പിയിൽ നിന്ന് തിരുവിതാംകൂർ രാജ്യത്തോട് ചേർത്തതുപോലെ, കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ അതിക്രമങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിച്ചതുപോലെ ഒരു ഓപ്പറേഷനിലൂടെ ഗോവ നമ്മൾ ഐതിഹാസികമായിട്ട് വിമോചിപ്പിച്ചത്. ഇവൾക്കിത് വായിത്തൊന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യ അപ്പോൾ ഇതിനേക്കാൾ വിവരം കുറഞ്ഞവരാണോ ഇന്ത്യ? ഡോക്ടർ BR അംബേദ്കർ എന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. സത്യസന്ധമായിട്ട് ചരിത്രത്തെ കാണുന്ന ആൾക്കാർ ധാരാളമില്ലേ. ഇവളെ അതിനേക്കാളൊക്കെ വിവരമുള്ള ആളെന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? വായിത്തൊന്നും വിളിച്ചു പറയാം, പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി. വായിത്തൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വൈറലാവാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുന്നത്, അത്തരം പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്ന ആളാണ് ഇവളെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവരെഴുത്തുകാരുടെ മാന്യത അതൊക്കെ എന്നെ കളഞ്ഞു കുളിച്ച് കഴിഞ്ഞിരിക്കുന്നവർക്ക് പറയാൻ എളുപ്പമാണല്ലോ, നമുക്കും പറഞ്ഞുകൂടെ ഇത്. കാശ്മീർ ഇനി പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാൻകാർ ഒരിക്കലും അവരുടെ ആൾക്കാരെ കൊന്നിട്ടില്ലെന്ന്. ആരെയാ? ബേനസീർ ഭൂട്ടോയെ കൊന്ന ആരാ? പറയൂ. സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിക്കൊന്ന ആരാ? അവരുടെ ജനങ്ങളല്ലേ അത്? ഇന്ത്യക്കാരനാണോ സുൽഫിക്കർ അലി ഭൂട്ടോ? വസീരിസ്ഥാനിൽ സൈനിക നടപടി, അതെ, തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ആൾക്കാരെ കൊല്ലുന്ന ആരാ? പോട്ടെ, ബലൂചിസ്ഥാനിൽ പട്ടാളക്കാരെ കൊണ്ട്, ബലൂചിസ്ഥാനിലെ എത്ര ജനസംഖ്യ ഇപ്പം എത്രമാത്രമാണ് കുറച്ചിരിക്കുന്നത്? പോട്ടെ, സിന്ദൂരം അണിഞ്ഞതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന രാഷ്ട്രം ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ഒരു മറുപടി കൊടുത്തു. സിന്ദൂരമിട്ട BBC ആണ് റിപ്പോർട്ട് ചെയ്തത്. BBCക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമൊന്നുമല്ല. അവരാണ് സിന്ദൂരമിട്ടതിൻ്റെ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഏതോ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത സ്ത്രീ ബൈബിൾ എടുത്തു എന്ന പേരിൽ, അവർ ക്രിസ്ത്യാനിയായിരുന്നു, അവരെ പീഡിപ്പിച്ചു കൊന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തിയ, പള്ളിയിൽ കയറി അവരെ കൊന്ന, മതനിന്ദ, ബൈബിളിൽ നിന്ദിച്ചു എന്ന, ബൈബിളല്ല ഖുർആൻ നിന്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആക്രമണം നടത്തിയ രാജ്യം, ആ രാജ്യത്തെ ഇവൾ പ്രശംസിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ തീവ്രവാദി, ഭീകരവാദിയായിട്ടുള്ള ആള് അവർക്ക് പറ്റിയ പരാജയങ്ങൾ സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ഇതിനകത്ത് നിന്ന് നയിക്കുകയാണ്. ഇത് ജോർജ് സൊറോസിൻ്റെ പണം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുണ്ടല്ലോ,
വിഘടനവാദികളുടെയും അല്ല, അങ്ങനെ അതിനെതിരെ ഒരു കേസ് പോലും അവർക്കുണ്ട്. UAPA ചുമത്തപ്പെട്ട ആളാണ് അത്. ഈ കാശ്മീർ വിഘടനവാദികളുമായിട്ട് ചേർന്ന് നടന്ന പ്രവർത്തനം നടത്തുന്ന ഇന്ത്യക്കെതിരെ, ഇന്ത്യ ശക്തമാണെന്ന് കാണുമ്പോൾ അതിനെതിരെ കുറെ നായ്ക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നായിട്ട് അഗണ്യ കോടിയിലേക്ക് തള്ളപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഇവരുടെ അഭിപ്രായത്തിന് ആരാ വെയിറ്റ് കൊടുക്കുന്നത്? ഇവരെന്താ ചെയ്തിട്ടുള്ളത്? രാഷ്ട്രത്തിന് എന്ത് സേവനമാണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഇവരെന്ത് സേവനമാണ് ഈ രാജ്യത്തിന് ചെയ്തിട്ടുള്ളത്? അപ്പം ചുമ്മാ ബുദ്ധിജീവി നാട്യവും കൊണ്ട് നടക്കുന്ന, തുരപ്പൻ പണി നടത്തുന്ന ഒരു സ്ത്രീ എന്നുള്ളതിനപ്പുറം ഇവർക്ക് എന്ത് സാങ്കത്യം നമ്മളെ തള്ളുക. ഇന്ത്യ വിൽ ഗോ ഫോർവേഡ്. സാർത്ഥവാഹക സംഘം മുന്നോട്ട് തന്നെ പോകും. നായ്ക്കൾ ഇങ്ങനെ കുരയ്ക്കുന്ന നായ്ക്കളുണ്ടാവും. അവരവിടെ നിന്ന് കുരയ്ക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് നിർത്തിക്കോളും താനെ. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.